വിശദമായ റിപ്പോർട്ടിലേക്കാണ്. കൊച്ചിയിൽ വീണ്ടും കൊലപാതകം. കലൂരിൽ യുവാവിനെ കുത്തിക്കൊന്നു. തമനം സ്വദേശി സജുനാണ് കൊല്ലപ്പെട്ടത്. പ്രതി കിരൺ ആന്റണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, വീണ്ടും കൊലപാതകം. മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ്? പോലീസ് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ? രഞ്ജിനി, ഇന്നലെ രാത്രി അർദ്ധരാത്രിക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. 1:30 പുലർച്ചെ 1:30 കൂടിയാണ് ഇവിടെ ജേർണലിസ്റ്റ് കോളനി ഭാഗത്ത് രണ്ട് കൂട്ടരും തമ്മിലുള്ളൊരു സംഘർഷം രൂപപ്പെടുന്നത്. ഇതിൽ പണമിടപാട് ചൊല്ലിയുള്ള ഒരു തർക്കം നേരത്തെ തന്നെ പ്രതിയായ കിരൺ ആന്റണിയും മരിച്ച സജിൻ സഹീറും തമ്മിൽ നിലനിന്നിരുന്നു. ഇത് സംബന്ധിച്ച് വീണ്ടും ഇവർ തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ ഒരു തുടർച്ചയെന്നോണം സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഈ തർക്കം രൂക്ഷമാക്കുകയും പിന്നീട് ഇത് സംബന്ധിച്ച വാക്ക് തർക്കങ്ങൾ പിന്നീട് പലതവണ ഉണ്ടാവുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഇവർ സംഘം ഇവിടേക്ക് എത്തുന്നത്. കിരണിൻ്റെ വീട് നമ്മളുള്ള ജേർണലിസ്റ്റ് കോളനി പരിസരത്താണ്. ഇവിടേക്കാണ് തമ്മനം സ്വദേശിയായ സജിൻ സഹീറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടർ ഇവിടേക്ക് എത്തുകയും ഈ പോസ്റ്റ് സംബന്ധിച്ച് ഇവരുടെ പണമിടപാട് സംബന്ധിച്ചുമുള്ള ഒരു തർക്കത്തിലേക്ക് രണ്ടുപേരും നീങ്ങുകയും ചെയ്തു. തുടർന്നുള്ള വാക്ക് തർക്കത്തിനിടെയാണ് പ്രതി കിരൺ സജിനെ കുത്തി പരിക്കേൽപ്പിക്കുന്നു. തുടർന്ന് ഇവിടെ ഈ പരിസരത്ത് കൊല്ലപ്പെടുകയും ചെയ്ത, വഴിയിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്ത. ഇതിൽ ഈ സമയം ഇത്ര വൈകിയുണ്ട്. മറ്റുള്ള ആളുകളും തന്നെ ആരും തന്നെ ഇതിലേക്ക് ഇടപെടുകയോ മറ്റ് കാര്യങ്ങളുണ്ടായില്ല. റോഡിലും ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് ബഹളം കേട്ട പോലീസിനെ വിളിക്കുകയും അവരെത്തുകയും ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന കാര്യങ്ങൾ അറിയുകയും ചെയ്യുന്നത്. പ്രതി കിരണും മുറിവേറ്റിട്ടുണ്ട്. ഇയാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ളൊരു വാക്ക് തർക്കമാണ് ഈ രീതിയിലൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. ഇത് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. കാരണം ഇവരുടെ ഒരു തർക്കങ്ങൾ സംബന്ധിച്ച യഥാർത്ഥ കാരണം എന്താണ്, ഈ രീതിയിലേക്ക് ഒരു കൊലപാതകത്തിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങാനിടയായ ഒരു സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് കൂടുതൽ അന്വേഷണം എറണാകുളം നോർത്ത് പോലീസാണ് നടത്തുന്നത്. നോർത്ത് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. മരിച്ച സജിൻ സഹീറിന്റെ മൃതദേഹം എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ശരി, ഡാനിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ കലാശിച്ചത്. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയിൽ ആശങ്ക പ്രകടിപ്പിച്ച് 5 കോൺഗ്രസ് എംപിമാർ. എഐസിസി കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതോറിറ്റി ചുമതലയുള്ള മധുസൂദൻ മിസ്ത്രിക്ക് നേതാക്കൾ കത്തയച്ചു. സെപ്റ്റംബർ 6-ന് മിസ്ത്രിക്ക് അയച്ച കത്തിൽ ലോക്സഭാ അംഗങ്ങളായ ശശി തരൂർ, കാർത്തി ചിദംബരം, പ്രത്യുത് ബോട്ട്ലോയി, അബ്ദുൾ ഖാലിഖ് എന്നിവരാണ് കത്തയച്ചത്. വോട്ടർ പട്ടിക പുറത്തുവിടണമെന്ന തങ്ങളുടെ ആവശ്യത്തിന് തെറ്റായ വ്യാഖ്യാനം നൽകുന്നത് നിർഭാഗ്യകരമാണ് എന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ആർക്കാണ് സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യാൻ അർഹതയുള്ളത് എന്നും ആർക്കാണ് വോട്ട് ചെയ്യാൻ അർഹതയെന്നും പരിശോധിക്കാൻ ഈ പട്ടിക ലഭ്യമാക്കണമെന്നും എംപിമാർ ആവശ്യപ്പെട്ടു. ഭാരത് ജോഡോ യാത്ര നാളെ. കേരളത്തിൽ കന്യാകുമാരി ജില്ലയിലെ പര്യടനം ഇന്ന് വൈകിട്ടോടെ പൂർത്തിയാക്കി. യാത്ര രാത്രി 7 മണിയോടെ സംസ്ഥാന അതിർത്തിയായ പാറശാല ചെറുവാരക്കോണത്ത് എത്തും. നാളെ രാവിലെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറിമാരായ ഉമ്മൻചാണ്ടി, താരിഖ് അൻവർ എന്നിവരുടെ നേതൃത്വത്തിൽ പാറശാലയിൽ സ്വീകരണം നൽകും. ബുധനാഴ്ച വരെ യാത്ര തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം നടത്തും. സംസ്ഥാനത്തെ 7 ജില്ലകളിലൂടെ പര്യടനം നടത്തുന്ന യാത്ര ഈ മാസം 29-ന് തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ വഴി കർണാടകത്തിൽ പ്രവേശിക്കും. മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറിന് കേരള BJP ഘടകത്തിന്റെ ചുമതല. രാധാമോഹൻ അഗർവാളിനാണ് സഹചുമതല. ലക്ഷദ്വീപിന്റെ ചുമതലയിൽ നിന്നും അബ്ദുള്ളക്കുട്ടിയെ നീക്കി. മലയാളിയായ അരവിന്ദ് മേനോന് തെലങ്കാനയുടെ സഹചുമതല നൽകി. അതേസമയം BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഈ മാസം 25, 26 തീയതികളിൽ കേരളം സന്ദർശിക്കും. കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ചെയ്യും. ബ്രിട്ടന്റെ രാജാവായി ചാൾസ് മൂന്നാമനെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ലണ്ടനിലെ സെയിന്റ് ജെയിംസ് കൊട്ടാരത്തിലാണ് ചടങ്ങുകൾ. രാജ്ഞിയുടെ മരണത്തെ തുടർന്ന് സെയിന്റ് പോൾസ് കത്തീഡ്രലിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും മന്ത്രിസഭയിലെ പ്രമുഖരും പങ്കെടുത്തു. രാജ്ഞിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ബാൽമോറൽ കോർട്ടിൽ നിന്നും ലണ്ടനിൽ മടങ്ങിയെത്തിയ ചാൾസ് മൂന്നാമൻ രാജാവ് പ്രധാനമന്ത്രിക്കൊപ്പം രാജ്യത്തെ അഭിസംബോധന ചെയ്തു. രാജ്ഞിയുടെ നിര്യാണത്തിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അനുശോചന പ്രവാഹം തുടരുകയാണ്. എലിസബത്ത് രാജ്ഞിയുടെ നിര്യാണത്തിൽ ആദരമർപ്പിച്ച് ഇന്ത്യയുടെ ഔദ്യോഗിക ദുഃഖാചരണം നാളെ. ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടുകൾ തയ്യാറാക്കാനുള്ള CPI നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ന് സംസ്ഥാന നിർവാഹക സമിതിയും നാളെയും മറ്റന്നാളുമായി സംസ്ഥാന കൌൺസിലുമാണ് ചേരുന്നത്. രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരടും ചർച്ചയാകും.
പുഴ മുതൽ പുഴ വരെ സിനിമയ്ക്ക് അനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരെ സംവിധായകൻ രാമസിംഹൻ. സെൻസർ ബോർഡ് നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സംവിധായകൻ പറഞ്ഞു. സിനിമയ്ക്ക് വേണ്ടി ബിജെപി നേതാക്കളുടെ സഹായം തേടിയിട്ടില്ല. ഗ്രൂപ്പ് വഴക്കുകൾ തീർക്കാൻ തന്നെ ബിജെപിക്ക് സമയമില്ല എന്നും പാർട്ടിയോട് ചേർന്ന് നിന്ന കലാകാരന്മാർ ഇപ്പോൾ എവിടെയാണ് എന്ന് പരിശോധിക്കണമെന്നും രാമസിംഹൻ ന്യൂസ് 18നോട് പറഞ്ഞു. സംവിധായകൻ രാംസിംഹന്റെ പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ ഈ ഓണത്തിന് റിലീസിന് എത്തേണ്ടതായിരുന്നു. പക്ഷെ അത് ഓണത്തിന് റിലീസിന് എത്തിക്കാൻ കഴിഞ്ഞില്ല. സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചതോടുകൂടി അത് നീട്ടിവെക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സംവിധായകൻ. എന്താണ് സിനിമയുടെ കാര്യത്തിൽ സംഭവിച്ചത്? സിനിമയുടെ സാധാരണ സിനിമ ഇത് എന്റെ 18ാമത്തെ സിനിമയാണ്. 17 സിനിമയും സെൻസർ ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. അതേ പ്രോസസ്സിലാണ് ഇത് ചെന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് ഈ ഓഫീസർ പാർവതിയുടെ മുമ്പിൽ ഈ സിനിമ എത്തിയപ്പം ഒരക്ഷരം പറയാതെ അതായത് ഇതിന് ഇന്ന കുഴപ്പമുണ്ട് എന്ന് പറയാതെ ഇത് നേരെ റിവേഴ്സിംഗ് കമ്മിറ്റിക്ക് വിട്ടു. അങ്ങനെ റിവേഴ്സിംഗ് കമ്മിറ്റിക്ക് വിട്ട് ഇത് ബോംബെയിലെ റിവേഴ്സിംഗ് കമ്മിറ്റിയുടെ മുമ്പിലെത്തി. 9 അംഗ കമ്മിറ്റിയായിരുന്നു. ആ 9 അംഗ കമ്മിറ്റി സിനിമ കണ്ട് കഴിഞ്ഞാൽ ഒരു പ്രോസസ് ഉണ്ട്. പിന്നെ നിർമ്മാതാവിനെ വിളിച്ചിരുന്ന് ഇതിന്റെ കട്ടിങ്സോ കാര്യങ്ങളോ പറയും. അങ്ങനെ ഇവര് എന്നെ വിളിച്ചിരുത്തി സംസാരിച്ചു. അപ്പൊ അവർ ആദ്യം പറഞ്ഞ കാര്യം ഇതിന് UA സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല, A സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. കുറച്ച് വയലൻസ് ഉള്ളതല്ലേ. ഈ കാശ്മീർ ഫയൽസിന് A സർട്ടിഫിക്കറ്റ് തന്നെയായിരുന്നു. ശരി, ഞാൻ പറഞ്ഞു. കാരണം എനിക്കിപ്പോൾ ചാനലിൽ ഓടിക്കണം നിർബന്ധമൊന്നുമില്ല, ജനങ്ങൾ കണ്ടാൽ മതിയല്ലോ. അങ്ങനെ A സർട്ടിഫിക്കറ്റ്, പിന്നെ കുറച്ച് കട്ട്സ് എനിക്കൊന്ന് വെല്ലെണ്ണാവുന്ന കട്ട്സ് മാത്രമാണ് ഇവർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരു സിനിമാ സംവിധായകൻ എന്ന നിലയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഏതൊക്കെ ഷോട്ട് എന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കാണാം ഞാൻ ഈ കട്ട് ലിസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുക. 5 കട്ടുള്ളൂ. ഞാൻ അസിസ്റ്റന്റിനൊക്കെ റെഡിയാക്കി വെച്ചു. നമുക്ക് കട്ട് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പിന്നെ വരുന്നത് അടുത്ത ലെറ്ററാണ്. ഇത് റിവൈസിംഗ് കമ്മിറ്റിക്ക് കിട്ടുന്നു. അത് ശുദ്ധ അസംബന്ധമാണ് കാണിച്ചത്. കാരണം ഒരു റിവൈസിംഗ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം അഭിപ്രായം ഈ സിനിമയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇത് റിലീസ് ചെയ്യാം ഇന്ന കട്ടുകളോടുകൂടി എന്ന് പറയുകയാണെങ്കിൽ അവിടെ കൊണ്ട് തീർന്നു. പിന്നെ അധികാരമില്ല റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടാൻ. അതല്ലെങ്കിൽ ഈ നമ്മുടെ മെമ്പേഴ്സിന്റെ ഈക്വലായിട്ട് വരണം. ഇപ്പോൾ 9 മെമ്പേഴ്സിൽ 4 4 8 പിന്നെ ചെയർമാൻ 1 9. അപ്പൊ 4 പേര് എന്നെ അനുകൂലിക്കുകയും 4 പേര് എന്നെ എതിർക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈവൻ അപ്പോൾ ആർക്കുണ്ട്? ചെയർമാൻ ഒരു വോട്ടിംഗ് പവർ ഉണ്ട്. അത് ഉപയോഗിച്ച് പറയാം. ഇതല്ല. എന്റെ അന്ന് കൂടെ ഉണ്ടായിരുന്നുള്ള 3 പേര് വിളിക്കുക, ബാക്കി എല്ലാവരും നമ്മുടെ കൂടെ നിന്നു ഈ ചെറിയ കട്ടിങ് പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞ സ്ഥാനത്താണ് പിന്നീട് ഇത് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടുന്നത്. അത് ആരുടെ ബുദ്ധിയാണ്? ഈ സെക്കൻഡും തേർഡും ഉണ്ടായിരിക്കുന്നത് സെൻട്രൽ സെൻസർ ബോർഡിന്റെ റിവൈസിംഗ് കമ്മിറ്റിയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്? നമ്മുടെ ഇതിലൊരു ഡയലോഗുണ്ട് കാശ്മീർ ഫയൽസിൽ, ഭരിക്കുന്നത് ഞങ്ങളാണെങ്കിലും നിയന്ത്രിക്കുന്നത് അവരാണെന്നുള്ളതാണ്. അതായത് ഇപ്പം ഞാൻ പറയും, ഈ തിരുവനന്തപുരത്ത് നിങ്ങളൊക്കെ പറയും BJPക്കാരാണ് അല്ലെങ്കിൽ എന്താണ് സംഘികളാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. ഈ BJPയുടെ ഈ ഭരണം വന്ന് ഇത്ര വർഷമായിട്ടും ഇപ്പോഴും കോഴിക്കോട് കമ്മ്യൂണിസ്റ്റുകാർ മെമ്പർമാരായിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ആരാണ്? BJPക്കാർ എത്ര പേരുണ്ട്? അതിനേക്കാൾ പവർഫുള്ളായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇന്നും ബോർഡിൽ ഇരിപ്പുണ്ട്. കാരണം ഈ BJPക്കാർ നമ്മുടെ നേതാക്കന്മാർക്ക് അതിനൊന്നും സമയമില്ല ഇതൊന്നും മാറ്റണം. അപ്പൊ ഈ പറയുന്ന ഈ എന്താ പറയുന്നത് ഗവൺമെന്റിന്റെ ആ സിസ്റ്റം മാറ്റാൻ. അതേസമയത്ത് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലോ തിരികെ കയറ്റാൻ പറ്റുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ അല്ലാതെ വേറെ ആൾ കയറ്റുന്ന പ്രശ്നമില്ല. അപ്പൊ ഇപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ മേഖലയെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ, സിനിമയെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറയുന്നത് പ്രോ ഇസ്ലാമിക് സിനിമ ഒരുപാട് വന്നു. നമ്മുടെ ഈ ഭാരതത്തെ ഹനിക്കുന്ന, ഹിന്ദുത്വത്തെ ഹനിക്കുന്ന ഒരുപാട് സിനിമകൾക്ക് ഈ പാർവതി യു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലേ? ഒന്നും വേണ്ട. കഴിഞ്ഞ മാസം ഇറങ്ങിയ നമ്മുടെ പൃഥ്വിരാജിന്റെ സിനിമയിൽ അച്ഛന്റെ അമ്മന്റെ ഗുണം കൊണ്ടാണ് മക്കള് അംഗവൈകല്യത്തോട് ജനിക്കുന്നത് പറഞ്ഞപ്പോൾ ഈ ഓഫീസർ എവിടെയായിരുന്നു ഇത് കണ്ടത്? അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ പറയുന്നത് ഇവിടെ ഒരു കോക്കസ് ഉണ്ട്, ഇവിടെ ഏജൻസി ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, തിരുവനന്തപുരത്ത് സെൻസർ ചെയ്ത് കൊടുക്കപ്പെടും എന്ന് പറയുന്ന ഏജൻസി ഉണ്ട്. ലക്ഷങ്ങൾ വാങ്ങിയിട്ട് സെൻസർ ബോർഡിൽ സ്വാധീനം ചെലുത്തിയിട്ട് A സർട്ടിഫിക്കറ്റിനെ U സർട്ടിഫിക്കറ്റ് ആക്കി UA സർട്ടിഫിക്കറ്റ് ആക്കി കൊടുക്കുന്ന ഏജൻസി ഉണ്ടെന്ന് അറിയുന്നു. ഇപ്പൊ ഞാൻ തന്നെ ഇത് ആദ്യം ചെന്നപ്പോ എന്നോട് ഏത് ഏജന്റ് ആണെന്നാണ് ക്യൂബ് എന്ന് ചോദിച്ചത്. ഇത്തരം സെൻസർ ബോർഡ് പോലെയുള്ള സംവിധാനങ്ങളിൽ പാർട്ടിക്ക് കുറെ കൂടെ ഇത് വേണ്ടതാണെന്ന് തോന്നുന്നുണ്ടോ? സെൻസർ ബോർഡ്, ഞാനും സെൻസർ ബോർഡ് മെമ്പറാ. പക്ഷെ അവിടെ ഡിസിഷൻ എടുക്കുന്ന ഫാക്ടർ ഏതാ വെച്ചാല് പാർവതി വിളിക്കുന്നവർക്ക് കമ്മിറ്റിയിൽ വരാൻ പറ്റുള്ളൂ.
ഇപ്പൊ എന്നെ BJP നിയന്ത്രിച്ച് ഇതിനകത്ത് വെച്ചിട്ടില്ലെങ്കിലും കുറെ BJPക്കാരൊക്കെ പാർവതി എന്ന് പറയുന്ന ഓഫീസറാണ് ആ ഒരു ആശയം അവർക്ക് പിന്നിൽ ഒരു ആശയം ഉണ്ടാവും. ആ ആശയമായിരിക്കാം അവരാണ് ആൾക്കാരെ വിളിക്കുന്നത്. അതല്ലാതെ ഇത് ഈ ഓർഡറിലൊന്നുമല്ല, ക്രോണോളജിക്കൽ ഓർഡറിലോ അല്ലെങ്കിൽ ഇത് ഷഫിൾ ചെയ്തിട്ടോ ഒന്നുമല്ല. 10-40 മെമ്പർമാരുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ച് തീരുമാനിക്കാം. അതാണ് നീതിയില്ലാത്തൊരു വ്യവസ്ഥ. ഈ സിനിമയുടെ റിലീസ് എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ള ലക്ഷ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കും. അനാവശ്യമായ കട്ടുകൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്നുകൂടി പറയാനുള്ളത്, ഈ BJP കലാകാരന്മാരോടുള്ള, BJPയോട് ചേർന്ന് നിൽക്കുന്ന കലാകാരന്മാരോടുള്ള നിലപാട് BJP പരിശോധിക്കണം എന്നുകൂടിയാണ്. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലമുട്ടിക്കൊപ്പം കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. കൂടുതൽ വാർത്തകളിലേക്ക് വരുമ്പോൾ, മുൻ ഹരിത നേതാക്കൾ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെതിരെ നൽകിയ പരാതി ശരിവെക്കുന്ന ശബ്ദ സംഭാഷണം പുറത്ത്. ഹരിതയുടെയും വനിതാ ലീഗിന്റെയും ചില നേതാക്കൾ യാസർ എടപ്പാൾ എന്ന സൈബർ ഗുണ്ടയുടെ നിയന്ത്രണത്തിലാണെന്ന് PK നവാസിന്റെ ശബ്ദരേഖയിൽ പറയുന്നു. യാസർ എടപ്പാളുമായി ചേർത്ത് അപവാദ പ്രചാരണം നടത്തിയെന്നും വേശ്യയെന്ന് വിളിച്ചെന്നുമായിരുന്നു മുൻ ഹരിത നേതാക്കളുടെ പരാതി. പരസ്യമായ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഹരിത MSFന്റെ സംസ്ഥാന കമ്മിറ്റിക്കെതിരെ നീക്കം നടത്തുകയും ഇത്തരത്തിലുള്ള ട്രോളുകളൊക്കെ ഉണ്ടാക്കി പടച്ചുവിടുകയും ചെയ്യുന്നത് യാസർ എടപ്പാളിനെ പോലത്തെ ഒരു ഫ്രോഡാണോ ഇത് കൈകാര്യം ചെയ്യേണ്ടത്? അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് യാസർ എടപ്പാളിനെ സഹായിക്കുന്ന 3-4 പേരുകൾ, ഇവരാണോ ഇത് കൈകാര്യം ചെയ്യേണ്ടത്? ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം ഇവരാണോ എടുക്കേണ്ടത്? മുൻ ഹരിത നേതാക്കൾ നൽകിയ പരാതിയിലും കോടതിയിൽ കൊടുത്ത മൊഴിയിലും പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുകയാണ് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിന്റേതായി പുറത്തുവന്ന സംഭാഷണം. ഹരിതയിലെ ചില നേതാക്കളെ നിയന്ത്രിക്കുന്നത് യാസർ എടപ്പാൾ എന്ന സൈബർ ഗുണ്ടയാണെന്ന് MSF യോഗത്തിൽ വെച്ച് ആരോപിച്ചെന്നായിരുന്നു PK നവാസിനെതിരായ പരാതി. ഹരിത നേതാക്കൾക്ക് FB പോസ്റ്റ് എഴുതി നൽകുന്നത് യാസർ എടപ്പാളാണെന്ന് PK നവാസ് ആരോപിച്ചിരുന്നു. പലരുടെയും വീഡിയോയും ചിത്രങ്ങളും യാസറിന്റെ കയ്യിലുണ്ടെന്നും അത് പുറത്തുവിട്ടാൽ പലരും ആത്മഹത്യ ചെയ്യേണ്ടിവരുമെന്നും നവാസ് പറഞ്ഞെന്ന് അന്ന് യോഗത്തിലുണ്ടായിരുന്ന നജ്മ തബഷീർ നൽകിയ മൊഴിയിൽ പറയുന്നു. സമാനമായ ആരോപണങ്ങളാണ് നവാസിന്റേതായി പുറത്തുവന്ന സംഭാഷണത്തിലും ആവർത്തിക്കുന്നത്. എന്റെ കയ്യിൽ ഹരിതയുടെയും വനിതാ ലീഗിന്റെയും പല ആളുകളുടെയും പേഴ്സണൽ റെക്കോർഡുകളുണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ അവരെ നിയന്ത്രിക്കുന്നത് എന്ന് ജമായിൽപ്പെട്ട പലരോടും ഈ കുട്ടി, ഈ പയ്യൻ, ഈ യാസർ എടപ്പാൾ എന്ന് പറയുന്ന വോയിസ് അയക്കുന്നു. അപ്പൊ എങ്ങോട്ടാണ് ഈ ഹരിത എന്ന് പറയുന്ന സംഘടന ഇവർ കൊണ്ടുപോകുന്നത്? യാസർ എടപ്പാളിനെ സഹായിക്കുന്നവർ ഹരിതയിലുണ്ടെന്നതിലൂടെ നവാസ് ഉന്നം വെക്കുന്നത് നടപടി നേരിട്ട മുൻ നേതാക്കളെ തന്നെയാണ്. ഹരിത ഭാരവാഹികളുടേത് മാത്രമല്ല, വനിതാ ലീഗ് ഭാരവാഹികളുടെയും പേഴ്സണൽ റെക്കോർഡുകൾ യാസർ എടപ്പാളിന്റെ കയ്യിലുണ്ട് എന്ന് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. യാസർ എടപ്പാൾ എന്ന സൈബർ പ്രൊഫൈലുമായി മുസ്ലിം ലീഗിന് യാതൊരു ബന്ധവുമില്ലെന്ന് നേരത്തെ നേതൃത്വം തന്നെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളിൽപ്പെട്ട പലർക്കും യാസർ എടപ്പാൾ വോയിസ് അയച്ചെന്ന PK നവാസിന്റെ പരാമർശവും വിവാദമാവാനിടയുണ്ട്. PK നവാസിനെതിരെ മുൻ ഹരിത നേതാക്കൾ ഉന്നയിച്ച പരാതിയിൽ വസ്തുതയുണ്ടെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവന്ന ശബ്ദ സന്ദേശം. ഹരിത വിവാദത്തിൽ നാളിതുവരെയും നവാസിനൊപ്പം മാത്രം നിന്ന മുസ്ലിം ലീഗ് നേതൃത്വം പുതിയ ശബ്ദ സന്ദേശത്തിലെ ആരോപണങ്ങളെ എങ്ങനെ കാണും എന്നതാണ് ഇനി പ്രധാനം. കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിപ്പോർട്ട് ചെയ്ത അശ്വിൻ തന്നെയാണ് നമ്മോടൊപ്പം ചേരുന്ന. അശ്വിൻ, എന്തായാലും മുൻ ഹരിത നേതാക്കൾ PK നവാസിനെതിരെ പറഞ്ഞ ആരോപണങ്ങൾ എന്താണോ, കൊടുത്ത മൊഴി എന്താണോ, അതൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദ സംഭാഷണം നിലവിൽ പുറത്തു വന്നിരിക്കുന്നു, അല്ലേ? തീർച്ചയായും ഈ പരാതിക്ക് അടിസ്ഥാനം 2021 ജൂൺ 24 കോഴിക്കോട് MSFന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ ഹബീബ് സെന്ററിൽ വെച്ച് ചേർന്ന ഒരു യോഗത്തിൽ MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസ് ഹരിതയുടെ നേതാക്കളെ അപമാനിച്ചു, ലൈംഗികാധിക്ഷേപം നടത്തുന്ന രൂപത്തിൽ സംസാരിച്ചു എന്നുള്ളതൊക്കെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇങ്ങനെയായിരുന്നു: ഇത് യാസർ എടപ്പാൾ എന്ന് പറയുന്ന സൈബർ ഗുണ്ടയാണ് ഈ ഹരിതയുടെ മുൻ നേതാക്കളെ നിയന്ത്രിക്കുന്നത്, ഹരിതയുടെ നേതൃത്വത്തെ, അക്കാലത്തെ ഹരിതയുടെ നേതൃത്വത്തെ നിയന്ത്രിക്കുന്ന നജ്മ തബഷീർ അടക്കമുള്ള ആളുകളെ നിയന്ത്രിക്കുന്നത് എന്നായിരുന്നു PK നവാസ് ആ യോഗത്തിൽ വെച്ച് നടത്തിയ ഒരു പരാമർശം. അപ്പോൾ തന്നെ നജ്മ തബഷീർ അതിനെ എതിർത്ത് സംസാരിച്ചു എന്ന് നജ്മ കോടതിയിൽ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. ഇങ്ങനെ എതിർത്ത് സംസാരിച്ചപ്പോൾ അതിന് PK നവാസ് നൽകിയ വിശദീകരണം, ഹരിതയിലെയും മുസ്ലിം ലീഗിലെയും ഒക്കെ തന്നെ പലരുടെയും പേഴ്സണൽ റെക്കോർഡുകൾ ഈ യാസർ എടപ്പാൾ എന്ന് പറയുന്നയാളുടെ കയ്യിലുണ്ട്, അത് പുറത്തു വന്നാൽ പലരും ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ള തരത്തിൽ അന്ന് നവാസ് യോഗത്തിൽ വെച്ച് സംസാരിച്ചു എന്നുള്ളതായിരുന്നു ഈ ഹരിതയുടെ മുൻ നേതാക്കൾ
നേതാക്കളുടെ പരാതി. ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള റെക്കോർഡിംഗ് ആണ്, വോയിസ് റെക്കോർഡിംഗ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് യാസർ എടപ്പാളുമായി ചേർന്നുകൊണ്ട് ആ യോഗത്തിൽ വെച്ച് മാത്രമല്ല മറ്റു പലയിടങ്ങളിലും ഈ പി കെ നവാസ് സംസാരിച്ചു എന്നതിന്റെ തെളിവാണ് ശബ്ദ സംഭാഷണത്തിലൂടെ പുറത്തുവരുന്നത്. ഈ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കുന്നത് ഈ വിവാദം നടക്കുന്ന സമയത്ത് തന്നെയാണ്. അപ്പോൾ മറ്റാരോടോ MSF നേതൃത്വത്തിൽ തന്നെ മറ്റാരോടോ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പോലെയാണ്, ഈ എന്താണ് ഹരിത നേതാക്കൾ ചെയ്തത് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പോലെയാണ് പി കെ നവാസ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ തങ്ങൾക്കെതിരെ യാസർ എടപ്പാളുമായി ചേർത്തുകൊണ്ട് അപവാദ പ്രചരണം നടത്തിയെന്ന് പറയുന്ന ഈ നജ്മ അടക്കമുള്ള മുൻ ഹരിത നേതാക്കളുടെ ആരോപണം ശരിവെക്കുന്നതാണ് ഈ ശബ്ദ സംഭാഷണം. മാത്രമല്ല ഹരിത നേതാക്കളെ മാത്രമല്ല ഈ വോയിസ് റെക്കോർഡിംഗിൽ ഈ പി കെ നവാസ് ഉന്നം വെക്കുന്നത് എന്നതും പ്രധാനമാണ്. ചില വനിതാ ലീഗ് നേതാക്കൾ കൂടെ ഉണ്ട് എന്നുള്ള നിലയ്ക്ക്, ചില വനിതാ ലീഗ് നേതാക്കളെ നിയന്ത്രിക്കുന്നത് യാസർ എടപ്പാളാണ് എന്നുള്ള നിലയ്ക്ക് ഈ പരാമർശങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യാസർ എടപ്പാൾ എന്ന് പറയുന്ന സൈബർ പ്രൊഫൈലിന് അയാൾ പലതരത്തിലുള്ള ഈ പ്രശ്നങ്ങളിൽ ചെന്നുപെട്ടയാളാണ്. നേരത്തെ ഈ KT ജലീലിനെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ അറസ്റ്റ് ഉണ്ടായതാണ്. മാത്രമല്ല പല പരാതികളും സ്ത്രീകളെ അപമാനിക്കുന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നു എന്നുള്ളതിന്റെ പേരിൽ ഇയാൾക്കെതിരെ പല പരാതികളും ഉണ്ടായതാണ്. ആ പരാതികൾ വന്ന സമയത്ത് മുസ്ലിം ലീഗ് നേതൃത്വം തന്നെ വ്യക്തമാക്കിയതാണ് യാസർ എടപ്പാൾ എന്ന് പറയുന്ന സൈബർ പ്രൊഫൈലുമായി ലീഗിനോ അല്ലെങ്കിൽ ലീഗിന്റെ പോഷക സംഘടനകൾക്കോ യാതൊരു ബന്ധവുമില്ല, ഇത് യാസർ എടപ്പാൾ നടത്തുന്നത് സ്വന്തമായിട്ടുള്ള പ്രചാരണമാണ് എന്നൊക്കെ. അങ്ങനെ വരുമ്പോൾ ഈ പി കെ നവാസിന്റെ ശബ്ദ സന്ദേശത്തിൽ തന്നെ പറയുന്നത് പോലെ ഈ ഹരിതയുടെയും അതേപോലെ തന്നെ വനിതാ ലീഗിന്റെയും ഒക്കെ പലരുടെയും പേഴ്സണൽ റെക്കോർഡിംഗുകൾ തന്റെ കയ്യിലുണ്ടെന്ന് ഞങ്ങളിൽപ്പെട്ട പലർക്കും ഈ യാസർ എടപ്പാൾ വോയിസ് അയക്കുന്നു എന്നാണ് പി കെ നവാസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗിന് യാസർ എടപ്പാളുമായി യാതൊരു ബന്ധവുമില്ലെങ്കിൽ എന്തിനാണ് യാസർ എടപ്പാൾ പി കെ നവാസിന് ഇത്തരത്തിലുള്ള ഈ ശബ്ദ സന്ദേശങ്ങൾ അയക്കുന്നത്? മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് ഭീഷണി യാസർ എടപ്പാൾ എന്ന് പറയുന്ന സൈബർ ഗുണ്ടയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടും എന്തുകൊണ്ട് പി കെ നവാസ് അശ്വിനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറുന്നതും? കാരണം ഈ യാസർ എടപ്പാൾ എന്ന സൈബർ പ്രൊഫൈലുമായി തങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ലീഗ് നേരത്തെ വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. അങ്ങനെ പറയുന്ന ആ യാസർ എടപ്പാളിൻ തങ്ങളിൽ പലർക്കും മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നവാസിന്റെ ശബ്ദ സംഭാഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഇനി ഏത് രീതിയിലായിരിക്കും ലീഗ് ഈ കാര്യങ്ങളെ ചെറുക്കുക? ഇത്രയും നാൾ ഈ നവാസിനൊപ്പം തന്നെയാണ് ലീഗ് നേതൃത്വം നിന്നതും. ഇനി ഏത് രീതിയിലുള്ളൊരു നിലപാടായിരിക്കും ലീഗ് ഈ വിഷയത്തിൽ സ്വീകരിക്കുക? രഞ്ജിനി, ഈ ഹരിത വിവാദം ഉണ്ടാവുന്നത് 2021 ഈ വിവാദം ഉണ്ടായി ഇത്രയും കാലമായിട്ടും പലതരത്തിലുള്ള അന്വേഷണങ്ങൾ ഇതിനിടയ്ക്ക് നടന്നു. ഈ അന്വേഷണങ്ങളിലോ അല്ലെങ്കിൽ പിന്നീടുണ്ടായ തീരുമാനങ്ങളിലോ ഒന്നും തന്നെ പി കെ നവാസിനെ കൈയൊഴിയുന്ന ഒരു സമീപനം അല്ലെങ്കിൽ പി കെ നവാസിനെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. മറിച്ച് ഈ പരാതിക്കാരായ ഹരിത നേതാക്കൾക്ക് നേരെയായിരുന്നു നടപടിയെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഹരിത നേതാക്കൾ ഉയർത്തിയ വാദങ്ങൾക്ക്, പി കെ നവാസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് നവാസിന്റെ ശബ്ദം തന്നെ തെളിവാകുന്ന സമയത്ത് ഇനി മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ള കാര്യം പ്രധാനമാണ്. പക്ഷേ പി കെ നവാസിനെ മുസ്ലിം ലീഗ് നേതൃത്വം അങ്ങനെ കൈയൊഴിയാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് ലീഗ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ ഹരിത നേതാക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക്, പി കെ നവാസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം നൽകുകയാണ് നവാസിന്റേതായി പുറത്തു വന്നിട്ടുള്ള ഈ ശബ്ദ സംഭാഷണങ്ങൾ. ഈ സംഭാഷണം പുറത്തുവരുന്നത് പോലും MSFൽ ഇപ്പോഴും തുടരുന്ന ഗ്രൂപ്പ് വഴക്കിന്റെയൊക്കെ തന്നെ ഭാഗമാണ്. പലർക്കും നവാസിന്റെ നേതൃത്വത്തിൽ അതൃപ്തിയുണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്ത്, മുൻപ് ഹരിത വിവാദം ഉണ്ടായ സമയത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ട ഈ സംഭാഷണം റെക്കോർഡ് ചെയ്യപ്പെട്ടതും അതിപ്പോൾ പുറത്തുവരുന്ന അടക്കമുള്ള, കാരണം MSF കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവരുന്നത്. അത് ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് അല്ലെങ്കിൽ നവാസ് ഇവർക്കെതിരെ അപവാദ പ്രചരണം നടത്തി എന്ന് തെളിയിക്കാൻ തന്നെയാണ് MSFുമായി നേതാക്കൾക്കെതിരെ പി കെ നവാസ് നടത്തിയ അപവാദ പ്രചാരണം ശരിവെക്കുന്ന രീതിയിലുള്ള ശബ്ദ സംഭാഷണമാണ് പി കെ നവാസിന്റേതായി ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത്രയും നാളും നവാസിനെ സംരക്ഷിച്ച ലീഗ് നേതൃത്വം ഇനി ഈ വിഷയത്തിൽ ഏത് രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി ശ്രദ്ധേയമാകുന്നത്. അശ്വിൻ വല്ലത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്കാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ 168ാം ജയന്തി ആഘോഷത്തിന് ജന്മഗൃഹമായ ചെമ്പഴന്തി വയൽവാരം വീടും വർക്കല ശിവഗിരി മഠവും ഒരുങ്ങി. പുലർച്ചെ 4:30 മുതൽ ശിവഗിരിയിൽ വിശേഷാൽ പൂജകൾ ആരംഭിച്ചു. രാവിലെ 7:30 ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തി. ജയന്തി സമ്മേളനം കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ജയന്തി സമ്മേളനവും വൈകിട്ട് ഘോഷയാത്രയും നടക്കും. വിവരങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, വിപുലമായ ആഘോഷങ്ങളാണല്ലേ, മറ്റു വിവരങ്ങൾ എങ്ങനെ? അതെ, ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികളാണ് ഇന്ന് നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീനാരായണ ഗുരു ജനിച്ച വയൽവാരം വീടിന് മുന്നിലാണ്. ഇവിടെയാണ് പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട്. രാവിലെ തന്നെ അത്തരം പൂജകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ
ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ജന്മഗൃഹം സന്ദർശിക്കുന്നതിന് വേണ്ടിയും ഇവിടെ നിരവധി പേരാണ് എത്തിക്കൊണ്ട് ഇരിക്കുന്നത്. ജയന്തി സമ്മേളനം വിപുലമായ മറ്റു പരിപാടികളും തയ്യാറാക്കിയിട്ടുണ്ട്. ജയന്തി സമ്മേളനം വർക്കലയിലും ഒപ്പം തന്നെ ഇവിടെ ചെമ്പഴന്തിയിലും ജന്മസ്ഥലമായ ചെമ്പഴന്തിയിലും പ്രത്യേക പരിപാടികളാണ് നടത്തുന്നത്. അല്പസമയത്തിനുള്ളിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തും. അതിനുശേഷം വർക്കലയിൽ ജയന്തി സമ്മേളനം രാവിലെ ആരംഭിക്കുന്നുണ്ട്. ജയന്തി സമ്മേളനത്തിൽ അതിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രിയാണ് നിർവഹിക്കുന്നത്. ഒപ്പം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും പങ്കെടുക്കുന്നു. ഇവിടെ 10 മണിക്ക് ചെമ്പഴന്തി വയൽവാരം വീടിന് സമീപത്തായി ഉള്ള പ്രത്യേക വേദിയിൽ ഇവിടെ നടക്കുന്ന ജയന്തി സമ്മേളനം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുന്നു. ഇത്തരത്തിൽ വിപുലമായ പരിപാടി ഈ ജയന്തി ദിനത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ടാണ് ഘോഷയാത്രകൾ നടക്കുന്നത്. ചെമ്പഴന്തിയിൽ നിന്നും ഒപ്പം തന്നെ വർക്കലയിൽ നിന്നും ഘോഷയാത്രകൾ ആരംഭിക്കുന്നുണ്ട്. വിപുലമായ തയ്യാറെടുപ്പുകളും ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. ഒപ്പം വിശ്വാസികളുടെ അടക്കമുള്ള വലിയ തരത്തിലുള്ള പങ്കാളിത്തം അനുഭവപ്പെടുന്നു. ഈ വയൽവാരം വീട്ടിലടക്കം പ്രത്യേക അദ്ദേഹത്തിന്റെ ജന്മഗൃഹം പ്രത്യേക രീതിയിൽ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. ദീർഘനാളുകളായി അത് ഈ രീതിയിൽ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെയും നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ജയന്തി സമ്മേളനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും രാവിലെ മുതൽ അതിന്റെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ശരി സജിത്.